GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാമിസ്ട്രിയിൽ നമ്മൾ പ്രത്യേക ഒരു ഇമേജാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരം രേഖകളെപ്പറ്റി നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുകയില്ല, ചിലർക്കൊക്കെ അറിയാമായിരിക്കാം. എങ്കിലും ഇത് കൈയുടെ ഉള്ളിൽ വരുന്ന രേഖയല്ല, കയ്യിൽ നിന്ന് ഇച്ചിരി പുറത്തേക്ക് മാറിയിട്ടുള്ള ഒരു രേഖയാണ്, പ്രത്യേക രേഖയാണ്. ഇതങ്ങനെ എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് കാണാറില്ല, എങ്കിലും അപൂർവം ചിലർക്ക് ഇത് പ്രത്യക്ഷമായിട്ട് കാണാറുമുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അതിനുള്ള ഇമേജ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇമേജ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമേജ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വരാം. ഇമേജ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇമേജിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൈക്ക് ഉള്ളിലെ രേഖകളെ പറ്റിയല്ല, കൈയുടെ അല്പം കൂടി പുറത്തേക്ക് മാറിയിട്ടുള്ള രേഖകളെ പറ്റിയാണ്. താഴെയായിട്ട് കൈത്തണ്ടയിലുള്ള ഭാഗത്തെ കണ്ടോ, നമ്മളിതിനെ കങ്കണ രേഖകളെന്നാണ് പറയുന്നത്. കങ്കണം എന്ന് കഴിഞ്ഞാൽ വള എന്നൊക്കെ അർത്ഥമുണ്ട് സംസ്കൃതത്തിലും ഹിന്ദിയിലുമൊക്കെ. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ലൈൻ എന്ന് ഇതിനെ പറയാറുണ്ട്. നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ധരിക്കുന്ന ഈ വശത്താണ്. അതുപോലെ തന്നെ റിസ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ടും നമുക്ക് ഈ ഭാഗത്തെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള അർത്ഥങ്ങളെല്ലാം ഇതിനുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മളിപ്പോൾ കങ്കണരേഖ എന്ന് പറയുന്നത് മാത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒന്നാമത്തെ ഭാഗത്ത് കാണുന്ന ഈ ഒരു ലൈൻ മിക്ക ആളുകൾക്കും കാണും. കാരണം നമ്മുടെ കൈയുടെ അവസാന ഭാഗമാണിത്, അതായത് കൈപ്പത്തിയുടെ അവസാനം. കൈ ഇങ്ങനെ മലർത്തി പിടിക്കുമ്പോൾ അറിയാമല്ലോ, കൈ തുറന്ന് പിടിക്കുമ്പോൾ ഇവിടെ രേഖകൾ കാണുന്ന ഭാഗം ഇങ്ങനെ തുറന്ന് പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ചില ആളുകൾക്ക് ഇവിടം വരെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തെളിഞ്ഞ് കിടക്കും. ഇത് ഫുള്ളായിട്ട് ജോയിൻ്റ് ആവുകയില്ല. പക്ഷേ ഇത് ഫുള്ളായിട്ട് ജോയിൻ്റ് ആയാൽ വളരെ നേരത്തെ രീതിയിലായിരിക്കാം, ചിലർക്ക് ലെൻസ് വെച്ച് നോക്കേണ്ടതൊക്കെ ആയിട്ട് വരാം. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ജോയിൻ്റ് ആവുകയാണെങ്കിൽ, അത് അല്പം കൂടി തെളിഞ്ഞൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ ഭാഗ്യം. ജോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിനിടയിൽ ഖണ്ഡിച്ച് മറ്റു രേഖകളില്ലെങ്കിലും കൂടുതൽ ഐശ്വര്യം. ഇനി ഒന്നാമത്തെ ലൈൻ നമുക്കിവിടെ നിറഞ്ഞ് ഫില്ലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസപരമായി ആ വ്യക്തി ഉയരുമെന്നും വളരെയധികം ശാരീരികപരമായി ആരോഗ്യമുള്ളവനായിത്തീരുമെന്നാണ് നമ്മുടെ രേഖാശാസ്ത്രം പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മിക്ക ആളുകളുടെയും കൈകളിൽ ഒന്നാമത്തെ കങ്കണരേഖ കാണും, മനസ്സിലാക്കുക. ചെറിയ ആളുകൾക്ക് അപ്പം നെറ്റ് പോലെ ഇങ്ങനെ ചിലവ് കാണും, അനുസരിച്ച് അതിൻ്റെ ഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചെറിയ ആളുകൾക്ക് വളരെ കറക്റ്റായ ഒറ്റ ലൈനുകൾ കാണാം. അത്ര ഒരാളുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ, മനസ്സിലാക്കുക. കങ്കണരേഖകൾ 1, 2, 3, 4 വരെ വരാറുണ്ട്. അങ്ങനെ വരുന്നത് 4 വരെ വരുന്നത് അത്ഭുതകരമാണ്. 2ഉം 3ഉം ചിലർക്ക് വരാറുണ്ട്, ചിലർക്ക് 1, 2 അങ്ങനെ നിൽക്കുകയാണ്. പൂര് കങ്കണരേഖയാണ് ഉള്ളതെങ്കിൽ വിദ്യാഭ്യാസപരമായി അവർ ജയിക്കും. അതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വളരെ കടുകട്ടിയായ കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ സാധിച്ചെടുക്കാനുള്ള കഴിവും അവർക്കുണ്ട്. ഇനി രണ്ടാമത്തെ ലൈന് കൂടി ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ ഒരാൾക്ക് വരുന്നുള്ളൂ. 2 ലൈനാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നാമത്തേൻ്റെ ഗുണവും കിട്ടും, രണ്ടാമത്തേൻ്റെ ഗുണവും കിട്ടും. നേരത്തെ തന്നെ ധനസമ്പാദനത്തിനുള്ള വഴികളെല്ലാം ജീവിതത്തിൽ തുറന്നു കിട്ടും. അതായത് ധനസമ്പാദനം, ധനയോഗങ്ങൾ, സ്വത്ത് വകകൾ തുടങ്ങിയവ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കിട്ടാനുള്ള യോഗങ്ങൾ വളരെയധികം കൂടുതലാണ്. പിന്നെ ഇവരും കഠിനാധ്വാന ശീലം ഉള്ളവരാണ്. എല്ലാ ആളുകളും കഠിനാധ്വാന ശീലമുള്ളതാണ് ഇത്തരം രേഖകൾ ഉണ്ടെങ്കിൽ. കാരണം അവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് ജീവിക്കണം, അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിലൊക്കെ ഉയരണമെന്ന് ചിന്തിക്കുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഐശ്വര്യങ്ങളും യോഗങ്ങളും വരും. രാജകീയ യോഗങ്ങളാണല്ലോ പണം വരുമ്പോൾ വരിക, അത് മനസ്സിലാക്കി. ഇനി 3 വരകളുണ്ടെങ്കിൽ ആ വ്യക്തി കഠിനാധ്വാനിയായിരിക്കും. മനസ്സിലാക്കി, എവിടെയും കഠിനാധ്വാനമാണ് പറയുന്നത്. മൂന്നാമത്തെ ലൈനും ഫില്ലാണെങ്കിൽ കാറ്, വീട് തുടങ്ങിയവ, അങ്ങനെ എന്തെല്ലാം വസ്തുവകകളുണ്ട്, സുന്ദരമായതും അല്ലാത്തതുമായ വസ്തുക്കളും പണത്തിൻ്റെ പിന്നാലെ ഉള്ള ഒരുപാട് നമുക്ക് വിലയും നിലയും ബഹുമാനവും ഒക്കെ തരുന്ന വസ്തുവകകൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാനുള്ള കഴിവ് ഒക്കെ ഉള്ള ഒരു വലിയ ബിസിനസ്സുകാരനായി തീരുകയോ അല്ലെങ്കിൽ വലിയൊരു പണക്കാരനായി തീരുകയോ അതോ വെറുതെ സ്വത്തുക്കളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ജീവിതത്തിലേക്ക് വരികയോ ചെയ്യുന്ന യോഗം ഇവർക്ക് ഉണ്ടാവും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അവരവരുടെ കഠിനാധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ അവരാ കാര്യങ്ങൾ നേടിയെടുക്കും. അടുത്തായിട്ട് 4ാമത്തെ കങ്കണരേഖ കൂടി വരുന്നയാൾ. അങ്ങനെ വരുന്നത് വളരെയധികം കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകളുടെ കൈകളിൽ ഒരെണ്ണം തന്നെ കാണുന്നത് വളരെ ഭംഗിയിട്ടായിരിക്കും. 2 എണ്ണം കണ്ടാൽ ഭാഗ്യം, 3 എണ്ണം കണ്ടാൽ അതീവ ഭാഗ്യം, 4 എണ്ണം കണ്ടു കഴിഞ്ഞാൽ അത്ഭുതമെന്ന് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 4ാമത്തെ രേഖ വരിക എന്ന് പറയുന്നത് വളരെയധികം റെയറായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അമിതമായി അത്ഭുതകരമായ ഭാഗ്യമുള്ള ആളുകളാണിവർ.
വളരെയധികം പണം സമ്പാദിക്കുന്ന ആളുകളാണ് ഇവർ. വലിയ വലിയ കോടീശ്വരന്മാരും പണക്കാരും വലിയ വലിയ ധനാഢ്യന്മാരും ഒക്കെ ആയി തീരാനുള്ള യോഗം ഇവർക്കുണ്ട്. എന്ത് കാര്യങ്ങൾ, എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പോരാനുള്ള കഴിവും ഇവർക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യോഗം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ പോലും കാണാൻ സാധിക്കില്ല. കാരണം അവർ വലിയ വലിയ സ്ഥലങ്ങളിലായിരിക്കും ജീവിക്കുക. അവരുടെ കൈകളിൽ ഇത്ര ഒരു രേഖ ഉണ്ടാവും. ചിലപ്പോൾ ആ രേഖയുടെ ശക്തിയെപ്പോലും അവർക്ക് അറിയണമെന്നില്ല. അല്ലാതെ തന്നെ അവരുടെ ജീവിതത്തിൽ ബാഹ്യങ്ങൾ വരുന്നു, മറ്റ് ദോഷങ്ങളൊന്നുമില്ല. എപ്പോഴും സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്നു. എല്ലാ യോഗങ്ങളും എല്ലാ നേട്ടങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നു. അങ്ങനെ ഒരു യോഗമാണ് ഈ കങ്കണ രേഖകൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ, കൈകൾ മറിച്ച് നോക്കുമ്പോൾ, രേഖകൾ കാണുന്ന രീതിയിൽ നോക്കുമ്പോൾ, മലർത്തി വെക്കുമ്പോൾ കൈത്തണ്ടിയോട് ചേർന്ന് ഈ ഭാഗങ്ങളിൽ കാണുന്ന രേഖയാണ് കങ്കണ രേഖ എന്ന് പറയുന്നത്. ചിലർക്ക് ഈ ഒരു സൈഡിൽ തന്നെയായിട്ട് ചില പൊട്ടി ചെറിയ രീതിയിൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കണ്ട, നമുക്ക് ഭാഗ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൈകളിൽ പ്രധാനപ്പെട്ട ഒരു കൈവിരൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവിരലാണ് നമ്മുടെ പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ എന്ന് പറയുന്ന വിരൽ. നമുക്കറിയാം ഈ പെരുവിരലിൻ്റെ സഹായമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എത്ര ശക്തനായ ആളാണെങ്കിലും, എത്ര ശക്തി ഇല്ലാത്ത ആളാണെങ്കിലും, ഉയരമുള്ള ആണെങ്കിലും, ഏത് വ്യക്തിയാണ്, മനുഷ്യനാണോ മൃഗങ്ങളാണേലും കൈകൾ ഉപയോഗിച്ച് ജോലികൾ ചെയ്യുന്ന മൃഗങ്ങളാണെങ്കിലും മറ്റ് കുരങ്ങ് പോലുള്ള ജീവികളൊക്കെ ആണെങ്കിലും കൈകൾ ചുരുട്ടി പിടിക്കാൻ കഴിവുള്ള വിരലുകളുള്ള 5 വിരലുകളുള്ള ജീവിയാണെങ്കിൽ, ഏത് ജീവിയാണെങ്കിലും ആ വിരലുകൾ, മറ്റ് നാൽക്കാലി മൃഗങ്ങൾക്ക് വിരലുകളുടെ സഹായം വേറെ രീതിയിലാണ്. പക്ഷേ അങ്ങനെയുള്ള കുരങ്ങ് ചിമ്പാൻസി പോലുള്ള ജീവികളൊക്കെ കൈകൾ ചുരുട്ടി മനുഷ്യനെ പോലെ തന്നെ പിടിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ വിരലുകൾ ഉള്ളതാണെങ്കിൽ അവയ്ക്ക് ഒരു പെരുവിരൽ കൂടിയുണ്ട്. അപ്പോൾ പെരുവിരലിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ, പെരുവിരൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാനും ജീവിതത്തിൽ സാധിക്കുകയില്ല. ഒന്നും തന്നെ എടുക്കാനോ ഒക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും. അപ്പോൾ ഈ പെരുവിരലിൽ കുറച്ച് രേഖകളുണ്ട്. ഇതുപോലെ 4 രേഖകൾ. ചിലപ്പോൾ പെരുവിരലിൽ ചിലർക്ക് 2 രേഖ 3 രേഖയൊക്കെ കാണും, ചിലർക്ക് 1 രേഖയെ കാണും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് അല്പം രേഖകൾ ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കും, ബാക്കി ഇങ്ങോട്ട് നിന്ന് തെളിയുകയില്ല. അപ്പോൾ ഇതുപോലെ 4 രേഖകൾ നല്ല കട്ടിയിലൊക്കെ കാണുകയാണെങ്കിൽ ഈ ഭാഗത്ത് ചിലപ്പോൾ ഒരു കണ്ണിൻ്റെ ഷേപ്പിലായിരിക്കും രേഖകൾ കാണുക. കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ എല്ലാവരുടെയും പെരുവിരലിൽ ഒരു കണ്ണിൻ്റെ ഷേപ്പിലായിരിക്കാം മിക്കപ്പോഴും, ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ ഒരു എങ്ങനെയാണ് കണ്ണടച്ചിരിക്കുന്ന കൺപോളയുടെ ഷേപ്പിലായിരിക്കും ഈ ഭാഗങ്ങളിലുള്ള. മറ്റ് വിരലുകളിലും എല്ലാം അങ്ങനെ തന്നെ ചിലപ്പോൾ ചിലർക്ക് കണ്ടെന്ന് വരാം. അതൊക്കെ വേറെ വേറെ ലക്ഷണങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ഒരു ലൈനായിരിക്കും ഉണ്ടാവുക. ലൈനുകൾ പല വിധമാണ്, പലരുടെയും കൈരേഖകൾ പല വിധമാണ്. ഇതുപോലെ 4 രേഖകൾ, ഇനി ഏത് വിധത്തിലായിക്കോട്ടെ, 4 രേഖകൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും ധനയോഗമാണ് പറയുന്നത്. ഈ കങ്കണരേഖ ഉണ്ടാകണമെന്നില്ല, മറ്റ് രേഖകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ വരുന്ന നമ്മളിത് എല്ലാം സെപ്പറേറ്റ് കൈകളാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കങ്കണരേഖ കാണിച്ച കയ്യിൽ പെരുവിരലിൽ ഈ ചിഹ്നവും കൂടി വരണമെന്നല്ല ഞാനിവിടെ പറയുന്നത്. കങ്കണരേഖയുള്ളവർക്ക് കങ്കണരേഖയുടെ ഭാഗ്യം. ഇതിപ്പോൾ ഞാൻ ഒരു ഇമേജിൽ തന്നെയായിട്ട് ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പെരുവിരലിൽ നമുക്കിതുപോലെ തന്നെ 4 രേഖകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈകളിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം ഉയരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. വളരെയധികം ഒരു അടിച്ചുപൊളി ലൈഫ്, നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങി നടന്ന് അങ്ങനെയുള്ള ലൈഫ് ഉണ്ടല്ലോ. അപ്പം ലക്ഷറി ലൈഫ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ലൈഫ്, വളരെയധികം അത്ഭുതകരമായ ഒരു ജീവിതം, സ്വപ്നം കാണാൻ പറ്റാത്ത ടൈപ്പ് ജീവിതത്തിൻ്റെ അടുത്ത്. ചില ആളുകൾക്ക് അങ്ങനത്തെ ജീവിതം തന്നെ കിട്ടും, ചില ആളുകൾക്ക് അതിനോടനുബന്ധിച്ച് ജീവിതം പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കൊച്ചു വലിയ ആളാവാനായിട്ട്, ഒരു ചെറിയ രാജാവ് എന്ന രീതിയിൽ ജീവിക്കാനുള്ള ഒരു രാജകീയ ചിഹ്നമാണിത്. ഈ കങ്കണരേഖയും രാജയോഗങ്ങളാണ്. ഇത്തരം ധനം ലഭിക്കുന്ന എല്ലാ യോഗത്തിനെയും നമ്മൾ രാജയോഗമെന്ന് തന്നെയാണ് പറയുന്നത്. അല്പം ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി 2 രേഖകളുടെയും കാര്യങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലായി, പെരുവിരലിൻ്റെ പ്രയോജനവും അതിൽ വരുന്ന രേഖകളും എങ്ങനെയാണെന്ന് മനസ്സിലായി, കങ്കണരേഖയെപ്പറ്റി മനസ്സിലായി. ഇനി അല്പം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു, കങ്കണരേഖ എന്തെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, പെരുവിരലിലെ രേഖകൾ കൊണ്ടുള്ള യോഗങ്ങൾ എന്തെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നക്ഷത്ര വിശകലനത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആകർഷകമായ വ്യക്തിത്വമാണ് ഇവർക്കുള്ളത്. ആകർഷകമായ വ്യക്തിത്വമുണ്ട്, എല്ലാ ആളുകളോടും നല്ല പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഇവരെ ശ്രദ്ധിക്കും, ഒരു ബഹുമാനമൊക്കെ കൊടുക്കും. സത്യസന്ധമായ പ്രവർത്തികളെല്ലാം ഇവർ ചെയ്യും. കാര്യക്ഷമതയുണ്ട്, അതുപോലെ സാഹസികത മനോഭാവമുള്ളവരാണ്. ഞാൻ പറഞ്ഞിരുന്നു
കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവ് ഭരണി നക്ഷത്രത്തിൻ്റെ കൂടുതലായിട്ടുണ്ട്. ചില പാദങ്ങളിലുള്ളവർക്ക്, ചില യോഗങ്ങളിൽ ജനിച്ചവർക്ക് ഗ്രഹനില അനുസരിച്ച് ഭരണി നക്ഷത്രത്തിന് കളരിപ്പയറ്റ്, ആയോധന കലകൾ, യോഗ, ഡാൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലുള്ള കഴിവാണ്. അതുപോലെ തന്നെ സാഹസ്യ പ്രവർത്തനം പറഞ്ഞപ്പോഴാണ് ഞാൻ അക്കാര്യം സംസാരിച്ചത്. ജീവിതം വളരെയധികം ആസ്വദിക്കുന്ന ആളുകളാണ്. യാത്രയ്ക്ക് യാത്ര, മറ്റ് സന്തോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് അവർ വളരെയധികം ആസ്വദിക്കുന്ന ആളുകളാണ്. ധനം അവർക്ക് ഉണ്ടായിരിക്കും, ധനസമൃദ്ധി അവർക്ക് പറയുന്നുണ്ട്. കുറച്ച് കാലഘട്ടം കഴിയുമ്പോഴാണ്. കാരണം ഇവർക്ക് ശുക്രദശ ഉണ്ട്, ശുക്രൻ്റെ യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ധനസമൃദ്ധി ഇവരിലേക്ക് എത്തും. ലക്ഷ്യത്തോടെയുള്ള പരിശ്രമമാണ് കൂടുതലും പാദങ്ങളിൽ ജനിച്ച ആളുകൾ ചെയ്യുക. 4-3 പാദങ്ങളിലുള്ളവർ മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ ജോലികളിൽ ചില പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അല്ലാത്തവർക്ക് ലക്ഷ്യബോധത്തോടെയുള്ള പരിശ്രമത്തെ അവർ വിജയിക്കുക തന്നെ ചെയ്യും, ആരൊക്കെ എതിർത്താലും. കലകളിൽ അഭിരുചിയുള്ളവരാണ്, നന്നായി കലാപരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിവുള്ളവരാണ്, കലാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അതുപോലെ ചില പാദങ്ങളിലുള്ളവർ, ഭരണനക്ഷത്രത്തിൽ ചില പാദങ്ങളിലുള്ളവർ ചില സമയങ്ങളിൽ ചില വിമർശനകരമായ കാര്യങ്ങൾ സംസാരിച്ചെന്ന് വരും. പക്ഷേ അവരുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. അവർ വരുംവരാഴിക നോക്കാതെ ചിലപ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളോട് സത്യമായിരിക്കും വിളിച്ച് പറയുന്നത്. നിങ്ങൾ ചെയ്തതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അങ്ങനെയുള്ളപ്പോൾ ചില സമയങ്ങളിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനും സാധ്യതയുണ്ട് മാത്രമേ ഉള്ളൂ. അവർക്ക് സ്വന്തമായി അവരുടെ ജീവിതത്തിൽ വരുന്ന വിധികളിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. വളരെയധികം വിശ്വാസമുള്ള ആളുകളാണ്. അങ്ങനെ വിധി, ജ്യോതിഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരാണ്. മതപരമായ ചടങ്ങുകളിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെപ്പറ്റി നന്നായി മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പിന്നെ അവർക്കൊരു 40 വയസ്സിന് മേളിലോട്ട് വരുന്ന സമയങ്ങളിലാണ് അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരിക എന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഭരണിയുടെ പൊതുസ്വഭാവം സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് ഭരണി. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിവുണ്ട്. 27 നക്ഷത്രങ്ങളിലും മറ്റുള്ളവരെ ആകർഷിക്കുക, അതായത് പൊരുത്തമുള്ള നക്ഷത്രക്കാരായിക്കോട്ടെ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരായിക്കോട്ടെ, ഓപ്പോസിറ്റ് വരുമ്പോൾ വികർഷണം സംഭവിക്കുന്നത് ഞാൻ ഇനിയും പറഞ്ഞിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരെ ഇവർ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഒന്ന് ഇവരെ പറഞ്ഞ് ചെയ്ത പ്രവൃത്തി ശരിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു കഴിവിനെ അംഗീകരിച്ച് കൊടുത്തിരിക്കും. അങ്ങനെ ഒരു യോഗവും ഭാഗ്യവും കൂടി ഭരണി, അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങൾക്കെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രങ്ങളെ ഞാൻ പറഞ്ഞിരുന്നു. ആളുകൾ അംഗീകരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാം. പൊരുത്തമില്ലാത്ത ആളുകളാണെങ്കിലും അംഗീകരിച്ച് കൊടുക്കുന്ന യോഗമുള്ള നക്ഷത്രം. ചില ആളുകളെ അംഗീകരിച്ച് കൊടുക്കാതെ പൊരുത്തമുള്ളവർ മാത്രമേ അംഗീകരിക്കുള്ളൂ. അത് താഴേക്ക് വരുന്ന ഗണത്തിലെ രേവതി വരെ എത്തുന്നതനുസരിച്ച് അവർ താഴേക്ക് പോകുമ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ ആകർഷണങ്ങൾ കുറയുന്നതിനനുസരിച്ച് അംഗീകരണങ്ങൾ കുറഞ്ഞു കൂടിയും വരും. ഇനി മനസ്സിൽ അംഗീകരിച്ചാലും പുറത്ത് പ്രകടിപ്പിക്കാത്ത നക്ഷത്രക്കാരുണ്ട്. പുറത്തേക്ക് ആ വ്യക്തിയുടെ മുന്നിൽ ആ വ്യക്തി അത്ര ഉയരണ്ട എന്ന് കണ്ട് അംഗീകരിക്കാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അശ്വതി മുതൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയും വീണ്ടും വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി എടുത്ത് പറയുന്നതുമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു 60% ഭാഗമായി ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ചില നക്ഷത്രങ്ങളെ ആളുകൾ പൂർണ്ണമായി അംഗീകരിച്ച് കൊടുക്കും. അവരുടെ പ്രവൃത്തി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കപ്പെടാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. വളരെയധികം കലാപരമായ കഴിവുള്ളവരാണ് ഇവർ. കലാപരമായ കഴിവുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുടെ കലാപരമായ കഴിവുകൾ മാത്രമേ ലോകം അറിയുള്ളൂ. അല്ലാത്തവരുടെ കലാപരമായ കഴിവുകൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഒതുങ്ങുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർ സെലിബ്രിറ്റി ലെവലിൽ എത്താറുണ്ട് ചില ആളുകൾ. പക്ഷേ പാദവ്യത്യാസം കൂടുതലും സ്ത്രീകൾക്കാണ് മുൻഗണന നമുക്ക് പറയാവുന്നത്. സൗന്ദര്യമുള്ളവരാണ് സ്ത്രീകളൊക്കെയും തന്നെ. പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് തന്നെ മുൻകോപം ഉണ്ടാവുകയോ വിമർശനാത്മകമായ ചില പ്രവർത്തികളോ കാര്യങ്ങളോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ത്രീകളോടാണെങ്കിലും അഹങ്കാരമുള്ള ആളാണെന്ന് കരുതി ചിലപ്പോൾ മറ്റുള്ളവർ ഒന്ന് അകന്ന് നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ സൂക്ഷിച്ച്, മുൻകോപവും കാര്യങ്ങളും വാശികളും സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കൊക്കെ വളരെയധികം ഉയർച്ചയിലെത്താൻ പറ്റും. പുരുഷന്മാർക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമുള്ള വിദേശവാസ യോഗമൊക്കെ ഉള്ള ആളുകളാണ് ഭരണ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ചില ആളുകൾ വളരെയധികം സംഗീതം, നൃത്തം തുടങ്ങിയ കാര്യങ്ങളിലും അഭിനയത്തിലും ഒക്കെ വളരെയധികം കഴിവ് കാണിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം വിദേശവാസ യോഗമുണ്ട് പൂർണ്ണമായിട്ടും. അവർക്ക് ആരോഗ്യമുള്ള കാലഘട്ടം മുഴുവൻ അവർ സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച് അടിച്ചു പൊളിച്ച ഒരു ജീവിതത്തിൽ ആസ്വദിച്ച് നടക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ലൈഫ് അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതിനുള്ള ഭാഗ്യങ്ങളും ഒട്ടേറെ ഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും. പിന്നെ ഇവരുടെ ജോലികൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സെലിബ്രിറ്റി ലെവലിൽ ഉയരാൻ കഴിവുള്ളവരാണ്. ഹോട്ടൽ ജോലികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഷെഫാവാം, മറ്റ് റൂം ഇതര ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഹോട്ടൽ സ്വന്തമായി നടത്തുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസർ ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഹോട്ടലിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പല ജോലികളും ഇവർക്ക് വരാറുണ്ട്. ഭക്ഷണവുമായിട്ടുള്ള ജോലികൾ ഇവർക്കുണ്ട്.
അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുകയായിരിക്കാം, വിൽക്കുകയായിരിക്കാം, ഡ്രൈവിംഗ് ആയിരിക്കാം, അങ്ങനെ പല പല ജോലികൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വാഹനങ്ങൾ നന്നാക്കുന്ന വർക്ക്ഷോപ്പുകൾ നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യാൻ കായികക്ഷമമായി, കായികം കൂടുതലായി കായിക ശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികളാണെങ്കിൽ അതും ചെയ്യുന്നവരാണ് വാഹനം. വളം പോലുള്ള സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ ചെയ്യണം. അതും വാഹനത്തെ ചിലപ്പോൾ കൊണ്ട് ഇറക്കുന്ന ജോലികളും കയറ്റിക്കൊണ്ട് വരുന്ന ജോലികളും ഒക്കെ ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. കന്നുകാലി വളർത്തൽ പോലുള്ള ജോലികൾ ഇവർക്ക് ഇഷ്ടമാണ്. അത്തരം ജീവികളെ വളർത്തുന്നത് ഇഷ്ടമാണ്. നാൽക്കാലി മൃഗങ്ങൾ, നാൽക്കാലി മൃഗങ്ങൾ, ഇരുകാലിയല്ലോ, ഇരുകാലി മനുഷ്യനേ ഉള്ളൂ. അപ്പം നാൽക്കാലി ആയിട്ടുള്ള ജീവികൾ, ഇപ്പം നായ അങ്ങനെയുള്ള ജീവികൾ, പൂച്ച തുടങ്ങിയ ജീവികളെയൊക്കെ വളർത്തുന്നതൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമുള്ളവരാണ്. ചിലർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അവർ മൃഗ ഡോക്ടറൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഭരണനക്ഷത്രത്തിലുള്ളവർ മൃഗ ഡോക്ടർ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചായയും കാപ്പിയും തുടങ്ങിയ വ്യവസായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു റോള് അവർ നേടാറുണ്ട്. പിന്നെ പരസ്യങ്ങളിൽ അഭിനയിക്കുക, പരസ്യങ്ങൾ എഴുതി തയ്യാറാക്കുക, പരസ്യ ചിത്രങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യും. വെള്ളി മുതലായ ചില ലോഹങ്ങളൊക്കെ ചിലപ്പോൾ ഇവർക്ക് വ്യാപാരം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. പട്ട് തുണികളൊക്കെ വ്യാപാരം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് പക്ഷേ ജോലിയായിരിക്കാം. കെട്ടിട നിർമ്മാണമാകും, അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ, കൃഷി ചെയ്യാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആഹാര വസ്തുവാണ് മാംസം, ഇറച്ചി. അപ്പോൾ ഏത് ഇറച്ചി, അങ്ങനെയുള്ള ഇറച്ചികൾ വിൽക്കുക, വാങ്ങി വിൽക്കുക, എടുത്ത് വിൽക്കുക, തയ്യാറാക്കി കൊടുക്കുക തുടങ്ങിയ ജോലികൾ, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭരണനക്ഷത്രം ചെയ്യും. അങ്ങനെ ഇപ്പം ജോലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 27 അങ്ങനെ തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജോലിയിൽ പല രീതിയിൽ ആളുകൾ പല ജോലികൾ ചെയ്യാറുണ്ട്. എല്ലാ നക്ഷത്രക്കാരും 27 നക്ഷത്രക്കാരും ഏതെങ്കിലും ജോലികളിലൊക്കെ കൈവെക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും മേഖലകൾ, ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ പുറകോട്ട് പോരുന്നുണ്ടെങ്കിൽ 1 2 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ 1 മാസമോ ഒക്കെ ചില ജോലികൾ ചെയ്ത് നോക്കുന്ന ആളുകളാണ് 27 നക്ഷത്രത്തിൽപ്പെട്ട ആളുകളും. അവിടെ 27 നക്ഷത്രക്കാരും മാറ്റി നിർത്താൻ പറ്റും. പക്ഷേ എടുത്തു പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ജോലികളാണ് ഭരണ നക്ഷത്രത്തിന് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കലാപരമായ ജോലി ഞാൻ പറയുമ്പോൾ ആയോധനകല ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ കാരണം വെച്ചാൽ ആയോധനകലകരമായ കളരിപ്പയറ്റ്, മറ്റ് അഭ്യാസങ്ങൾ, മാർഷൽ ആർട്ട്, കരാട്ടെ, ഗുസ്തി പോലുള്ള കാര്യങ്ങളിലെല്ലാം ഭരണ നക്ഷത്രക്കാരോ മുൻപന്തി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം കായികമായ ശക്തി, ഇവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ അവർക്കുണ്ടാകും. പിന്നെ ശുക്രദശയായതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ജയവും ഉണ്ടാകും. എല്ലാ ആളുകൾക്കും എല്ലാ സമയവും വിജയം കൂടെ നിൽക്കാറില്ല. ഗ്രഹനില, ചില ദോഷങ്ങൾ, അതുപോലെ ചില ഹസ്തരേഖയിലെ മാറ്റങ്ങൾ, ചില കാര്യങ്ങൾ, അങ്ങനെ ജീവിതത്തിലേക്ക് വരുന്ന ചില നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ വിധികളിൽ വരുന്ന വൈവിധ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സപ്പോർട്ട്, പേരൻസിൻ്റെ മറ്റു സഹോദരങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണങ്ങളെല്ലാം കിട്ടാതെ വരുന്നത് കൊണ്ട് തന്നെ ചില പ്രത്യേക മേഖലയിൽ എത്താൻ പറ്റാതെ മറ്റ് ചില ജോലികളിലേക്ക് വഴുതി പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരുമെങ്കിലും ഭരണനക്ഷത്രക്കാർ ഇനി അങ്ങനെ വന്നാൽ ജോലികളിലേക്ക് വഴുതി പോവും. ഇനി ദൃഢനിശ്ചയവും ഉള്ള ആളുകളുണ്ട്, വളരെയധികം വാശിയുള്ള ആളുകളുണ്ട്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വാശിയുള്ള ആളുകളുണ്ട്, ഇടത്തരം ആളുകളുമുണ്ട്. അപ്പം വാശിയുള്ള ആളുകൾ അവരുടെ ഗ്രഹനില അനുസരിച്ച് അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ അങ്ങനെ ഒരു യോഗത്തിലേക്ക് പോകാനുള്ള സകലമാന ത്വരയും കാണിച്ച് ആ ഒരു യോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവ് ഭരണ നക്ഷത്രത്തിനുണ്ട്. അടുത്തായിട്ട് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന നക്ഷത്രം നമ്മൾ അശ്വതി നക്ഷത്രമാണ് വിശകലനം ചെയ്യുന്നത്. നമ്മൾ രേവതി നക്ഷത്രത്തിൽ നിന്ന് അശ്വതിയിലേക്കായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയും വേറെ വിശകലനങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ കൂടുതൽ അറിവുകൾ നമ്മൾ ഇനിയും കൊണ്ടുവരും. നാളെ തൊട്ടുള്ള വീഡിയോയിൽ വീണ്ടും പുതിയ അറിവുകൾ കൊണ്ടുവരുന്നുണ്ട്. ജ്യോതിഷപരമായി നിങ്ങൾ കേട്ടുകഴിവില്ലാത്ത പല കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരാനുണ്ട്, ഇനിയും വരുത്തുന്നുണ്ട്. വീഡിയോയിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർന്നു തരുന്നതാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു പ്രത്യേകതകളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അശ്വതിക്ക് 1ാം നക്ഷത്രമാണ് അശ്വതി. എല്ലാ കാര്യത്തിനും ആദ്യത്തിലേക്ക് വരാൻ, എല്ലാത്തിനും ആദ്യം നിൽക്കാനുള്ള താല്പര്യം വളരെയധികം അശ്വതി നക്ഷത്രത്തിൽ കൂടിയിരിക്കും. കാരണം ആദ്യ നക്ഷത്രമാണ്. 27 നക്ഷത്രത്തിൽ ബാക്കിയുള്ള ആളുകൾ 26 പേരും ഇവരുടെ പിന്നിലേക്കാണ് വരുന്നത്. അശ്വതി കഴിഞ്ഞിട്ടേ ബാക്കി നക്ഷത്രങ്ങളുള്ളൂ. അവസാന നക്ഷത്രമായ രേവതി വരെ വരുന്നത്. അശ്വതിയിൽ തുടങ്ങുന്ന നക്ഷത്രത്തിൻ്റെ ആ ഒരു നക്ഷത്രങ്ങളുടെ എല്ലാം ഒരു നാഥനായിട്ട് വേണമെങ്കിൽ അശ്വതി നമുക്ക് പറയാം. ആദ്യം വരുന്ന ആളാണത്. അശ്വതി എന്ന് പറയുന്ന നക്ഷത്രം അശ്വിനി ദേവർ അല്ലെങ്കിൽ അശ്വിനി രാജകുമാരന്മാർ എന്ന് പറയുന്ന 2 ആളുകളാണ്. അപ്പോൾ മറ്റു നക്ഷത്രങ്ങൾക്ക് ഒന്നും 2 ആളുകളില്ല, ഒരാളേ ഉള്ളൂ. പക്ഷേ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു അസുരഗണം അല്ലെങ്കിൽ ഒരു മനുഷ്യഗണം, അങ്ങനെയാണെങ്കിൽ ഈ അശ്വതി നക്ഷത്രം ദേവഗണമാണ്. 2 പേരാണ്, 2 ദേവന്മാരാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ധൈര്യത്തിൻ്റെ കാര്യത്തിലാണ് ആ ഒരു പ്രശ്നം എപ്പോഴും വരിക. ധൈര്യം അശ്വതി നക്ഷത്രത്തിൽ കൂടുതലാണ്. കുഴപ്പം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ട്. 1ാമത്തെ ആളുടെ സ്വഭാവം, 2ാമത്തെ ആളുടെ സ്വഭാവം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ കുറേ നേരം ധൈര്യങ്ങൾ കാണുകയില്ല, കുറച്ച് നേരം ധൈര്യം കാണും. കുറച്ച് നേരം ധൈര്യം കാണില്ല, കുറച്ച് നേരം ധൈര്യം കാണും.
അങ്ങനെയാണ് ചില സമയങ്ങളിൽ കൂടെ ഒരാളുടെ സാന്നിധ്യം ആവശ്യമായി വരും, ചില സമയങ്ങളിൽ ആരുടെയും സാന്നിധ്യം ആവശ്യമായി വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അശ്വിനി കുമാരന്മാർ അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ ഒരു ഇടപെടൽ പോലെയുള്ള രീതിയിൽ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾ ഉണ്ടാകുന്ന മനസ്സാണ് അശ്വതിയുടെ. ബുദ്ധിശക്തിയുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇത് എല്ലാ ആളുകൾക്കും, അശ്വതി 1, 2, 3, 4 എല്ലാ ആളുകൾക്കും കൂടെ എപ്പോഴും ഒരാളുടെ ആശ്രയം ആവശ്യമാണെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ് അശ്വതി. പല പ്രവൃത്തികളും ചെയ്യാൻ നേരത്ത് കൂടെ ഒരാളുടെ ഹെൽപ്പ് വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എപ്പോഴും അശ്വതി നക്ഷത്രത്തിൽ ഉള്ളവർ. ചിലപ്പോൾ യാത്ര ചെയ്യുന്ന അങ്ങനെയായിരിക്കും. ചിലർ യാത്രയ്ക്ക് പോകാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ഒരാളെ കൂട്ടി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പരിചയപ്പെടുന്ന ആളോടൊപ്പം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുക. മിക്കപ്പോഴും ഒറ്റയ്ക്കൊരു യാത്ര അതുപോലൊരു ആവശ്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ധൈര്യം കാണിച്ച് അശ്വതി യാത്ര ചെയ്യും. പക്ഷെ മിക്ക യാത്രകളും 2 പേരോടൊപ്പമോ 3 പേരോടൊപ്പമോ 4 പേരോടൊപ്പമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത്തോടൊപ്പം ഉള്ള യാത്രയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ സേഫ്റ്റി അനുഭവപ്പെടാറുണ്ട്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഇവർ സ്വയമായിട്ട് നീങ്ങും. അത് ഈ ദേവതകളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്. അശ്വിനി ദേവതകളുടെ കൂടെ സരസ്വതി ദേവി കൂടി നിന്ന് ചില മരുന്നുകൾ സൃഷ്ടിക്കുന്നു, അമൃത് കടഞ്ഞെടുക്കുന്നു, മധു കടഞ്ഞെടുക്കുന്നു എന്നൊക്കെ നമ്മൾ ചില ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് കലാപരമായ കഴിവ് അശ്വതിക്കാർക്കുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. കൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ മരുന്ന് എന്ന് പറയുന്ന വസ്തു അശ്വതിയിലുള്ള ആളെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് ഫലിക്കുമെന്ന് പറയാറുണ്ട്. കാരണം ഡോക്ടറാവാനും അതുപോലുള്ള വൈദ്യനാവാനും ആയുർവേദ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ കഴിവുള്ളവരെയായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ പറഞ്ഞത്. ഇതുകൊണ്ട് പൂർണ്ണമായും ആരോഗ്യവാന്മാരാണ് അശ്വതി നക്ഷത്രക്കാരെന്നല്ല, അല്ലെങ്കിൽ ആരോഗ്യവതികളാണെന്നല്ല. മിക്ക ആളുകൾക്കും ആരോഗ്യവും സൗന്ദര്യവും ഒന്നിച്ച് കാണണമെന്നുമില്ല. അതിലെ വ്യത്യാസങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അറിവ് നേടാനുള്ള ആഗ്രഹങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കൂടും. പല വിഷയങ്ങളെപ്പറ്റി അറിഞ്ഞു വെക്കുന്ന കഴിവ് അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. ഈ ഒരു കാര്യം 1-ാം പാദക്കാർക്കും 2-ാം പാദക്കാർക്കുമാണ് സാധാരണ കൂടിയിരിക്കുക. 3-ാം പാദവും 4-ാം പാദവും അതിനനുസരിച്ചുള്ള അല്പം കുറഞ്ഞ സ്വഭാവങ്ങളാണ് കാണിക്കുക. മനസ്സിലാക്കുക. 3-ാം പാദത്തിലുള്ളവർക്ക് ചില സമയങ്ങളിൽ സെലിബ്രിറ്റി ലെവലിലൊക്കെ എത്തിച്ചേരാൻ പറ്റും. എങ്കിലും അത്ര വലിയ ഒരു സക്സസ് ആയിട്ട് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ 1-ാം പാദക്കാരാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ യോഗങ്ങളും കൊണ്ട് 1-ാം പാദക്കാർക്ക് പല ജോലികളും, സർക്കാർ സംബന്ധമായ ജോലികൾ, ഉയർന്ന പോസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം 1-ാം പാദക്കാർക്ക് കിട്ടുമ്പോൾ 2-ാം പാദക്കാർ അല്പം കൂടി ബുദ്ധിമുട്ടിയ ശേഷമേ അതിലേക്കൊക്കെ എത്തിച്ചേരുള്ളൂ. വളരെയധികം ബുദ്ധിമുട്ടാണ്. 3-ാം പാദക്കാർക്കും അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. 4-ാം പാദക്കാർക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കാം. ഇതെല്ലാം ബുദ്ധിമുട്ടുകളുടെ പ്രത്യേകത വരുന്നത് ഇത് ആദ്യ നക്ഷത്രമായതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നിവർത്തിച്ച് പോകുമ്പോൾ 1-ാം നക്ഷത്രക്കാരെ അശ്വതിക്കാർക്ക് പൊരുത്ത നക്ഷത്രങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ കൂടെ വരാറുണ്ട്. ഓർമ്മശക്തിയുള്ള ആളുകളാണ് അശ്വതി നക്ഷത്രക്കാർ. അറിവേടാനുള്ള ആഗ്രഹത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. പല കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കി വെക്കും. ഇവർക്ക് കണ്ണുകൾക്ക് ചില പ്രത്യേകത പറയുന്നുണ്ട്. വലിയ കണ്ണുകൾ പറയുന്നുണ്ട്. കുത്തി തുളയ്ക്കുന്ന നോട്ടമെന്ന് പറയാറുണ്ട്. കൂർത്ത നോട്ടം. ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട്. കുത്തി തുളയ്ക്കുന്ന നോട്ടം, കൂർത്ത നോട്ടം അല്ലെങ്കിൽ തുറച്ചു നോട്ടം തുടങ്ങിയ കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ഇത് പൊരുത്തമുള്ളവർക്ക് ഒരു പ്രശ്നമല്ല. മുന്നിൽ വരുന്ന ആൾക്ക് പൊരുത്തമുള്ള ആളാണെങ്കിൽ കണ്ണുകൾ ആകർഷണതയാണ് അവർക്ക് തോന്നുക. പൊരുത്തമില്ലാത്ത ആളാണ് മുന്നിൽ വരുന്നതെങ്കിൽ, പൊരുത്തമില്ലാത്ത ആളാണ് മുന്നിൽ വരുന്നതെങ്കിൽ എന്തിനാണ് നോക്കി പേടിപ്പിക്കുന്നത്, നീ നോക്കി പേടിപ്പിക്കുകയാണോ എന്ന രീതിയിൽ ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ, വഴക്കുകൾ തുടങ്ങിയ അശ്വതി നക്ഷത്രക്കാരോട് ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അപ്പോൾ ആകർഷണമായ നോട്ടം, ആകർഷണമായ നെറ്റിത്തരം, കുത്തി തുളച്ച് നോക്കുന്ന നോട്ടം, കൂർത്ത നോട്ടം എന്നൊക്കെ പറയുന്ന ഒരു നോട്ടത്തിൻ്റെ ഉടമകളാണ്. പക്ഷേ ഉരുണ്ട കണ്ണുകളല്ല, സാധാരണ കണ്ണുകളായിരിക്കും. പക്ഷേ കൂർത്ത നോട്ടം, കുത്തിത്തുളയ്ക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആകർഷണത. ഇത് പൊരുത്തമുള്ളവർക്ക് ആകർഷണത, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഉയർന്ന നെറ്റിത്തടം പറയുന്നുണ്ട്. ഉയർന്ന നെറ്റിത്തടം പറയുന്നത് കൂടുതലായിട്ട് ഉയർന്ന നെറ്റിത്തടമുള്ള ആളുകൾ സർക്കാരിതര ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ശാന്തമായ സ്വഭാവമായിരിക്കും. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മിക്കപ്പോഴും വീടിന് വെളിയിലാണ് ശാന്തമായ സ്വഭാവം, വീടിനകത്തല്ല. വീടിനകത്ത് മിക്കപ്പോഴും 2-ാമത്തെ ആളുടെ സാന്നിധ്യമായിരിക്കും ഉണ്ടായിരുന്ന. വളരെയധികം ധൈര്യമുള്ള ആളായിരിക്കാം. ചില സമയങ്ങളിൽ വീടിന് പുറത്തേക്ക് പോകുന്ന ആളോ 1-ാമത്തെ ആളായിരിക്കാം. മാറ്റമുണ്ട്, 2 സ്വഭാവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ചില സമയങ്ങളിൽ പുറത്തേക്ക് പോകുന്നത് 2-ാമത്തെ ധൈര്യവാനായ വ്യക്തിയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അന്നത്തെ ദിവസം ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളോ വാക്കുതർക്കമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് എതിരാളി പോകാൻ സാധ്യത കൂടുതലാണ്. ഭവനത്തിനകത്ത് മിക്കപ്പോഴും 2-ാമത്തെ ആളായി കാണുകയുള്ളൂ, 1-ാമത്തെ ആൾ കാണുകയില്ല. ഭവനത്തിനകത്ത് മറ്റൊരു സ്വഭാവം, വീടിന് വെളി വേറൊരു സ്വഭാവമാണ് അശ്വതിക്കാർക്ക്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കാരണം അശ്വിനി രാജകുമാരന്മാർ എന്ന് പറയുന്നത് 2 പേരായിട്ടുണ്ട്. അത് വിനയമാണ്. ഭവനത്തിനകത്താണെങ്കിൽ വിനയമുണ്ട്, പുറത്താണെങ്കിൽ വിനയമുണ്ട്. ആർക്കും വഴങ്ങാത്ത സ്വഭാവമാണ് കാണിക്കുക. ഇതിന് കാരണം ഇവരുടെ മൃഗം കുതിരയാണ്, കുതിര. അപ്പോൾ കുതിരയുടെ രീതി ആർക്കും അനുസരിക്കുകയോ
കീഴ്പ്പെടുകയോ ചെയ്യുന്ന ജീവിയല്ല. വഴങ്ങുകയില്ലാത്ത സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആർക്കും വഴങ്ങുന്ന സ്വഭാവം അശ്വതിക്കില്ല. പുരുഷനാണേലും സ്ത്രീ ആണേലും പിടിവാശി ഉണ്ടാവും. ചില സമയം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത കൂടുതലാണ്. ആ ഉറച്ച തീരുമാനങ്ങൾ നടത്തിയെടുക്കാൻ അശ്രാന്ത പരിശ്രമം ഇവരെ നടത്തുകയും ചെയ്യും. ആളുകളെ സഹായിക്കാൻ ചെറിയ ഇഷ്ടമുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നമുണ്ട്. കൂടുതൽ സഹായം ചെയ്ത് കൂടുതൽ അപകടത്തിൽ പോയി ചാടുന്ന സ്വഭാവം അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സഹായങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് കയ്യിലിരിക്കുന്ന ധനങ്ങളും ചോർന്നു പോയെന്ന് വരും. അങ്ങനെ ഒരു പ്രശ്നം അശ്വതി അഭിമുഖീകരിക്കുന്നതുകൊണ്ട് തന്നെ അമിതമായ സഹായം ചെയ്യുന്നതിൽ കൺട്രോൾ വരുത്തേണ്ട കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരുത്തമില്ലാത്തവരോടും പൊരുത്തമുള്ളവരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ ചില സമയങ്ങളിൽ ഇതൊരു ചൂഷണ ഉപാധിയായിട്ട് ചില ആളുകൾ അടുത്ത് കൂടുന്നവർ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം കയ്യിലെ മുഴുവൻ സ്വത്തുക്കളും ധനവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ സമയവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പൊരുത്തമുള്ളവരാണെങ്കിലും പൊരുത്തമില്ലാത്തവരോടാണ്. കഠിനാധ്വാന ശീലമുണ്ട്. അതുപോലെ ജനപ്രിയത, പൊരുത്തമുള്ളവരുടെ ഇടയിൽ ജനപ്രിയത, പൊരുത്തമില്ലാത്തവരുടെ ഇടയിൽ ജനപ്രിയത അങ്ങനെ കിട്ടത്തില്ല, എങ്കിലും അംഗീകരിക്കപ്പെടും. ഭാഗ്യമുള്ള ആളുകളാണ് നക്ഷത്രത്തിലുള്ളവർ. സത്യസന്ധതയുള്ളവരുണ്ട്. പക്ഷേ ആർജിച്ചെടുത്ത സ്വഭാവം കൊണ്ട് ചില സമയങ്ങളിൽ സത്യസന്ധത ചില സമയങ്ങളിൽ കാണിക്കാറിയില്ല. ബഹുമാനിക്കപ്പെടുന്നവരാണ്. സത്യസന്ധത അവർ മനസ്സിലുണ്ടാവും. ചില സമയങ്ങളിൽ സത്യസന്ധത വേണ്ട എന്ന് വെക്കേണ്ട ഒരു ഉറച്ച തീരുമാനം എടുക്കണമെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കും. ഉപദേശിക്കാനുള്ള കഴിവ് കൂടുതലാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് പ്രസംഗം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം കഴിവ് കാണിക്കാൻ അശ്വതി നക്ഷത്രക്കാർ മുന്നോട്ടുണ്ട്. ജ്യോതിഷം പോലുള്ള കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഇഷ്ടമാണ്. അതുപോലെ അനുബന്ധിച്ച വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അത്തരം കാര്യങ്ങൾ കേൾക്കുന്ന ഇഷ്ടമാണ്, വായിക്കുന്ന ഇഷ്ടമാണ്, മനസ്സിലാക്കുന്ന ഇഷ്ടമാണ്. എങ്കിലും ചില സമയം യുക്തിവാദം സംസാരിക്കും. അതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നിയന്ത്രണം വിട്ടുള്ള ചിലവ് എപ്പോഴും കൂടെ അശ്വതിക്ക് കൂടുതൽ വരുന്നുണ്ട്. വരവിൽ കവിഞ്ഞ ചിലവ് എന്നാണ് അറിയപ്പെടുന്നത്. മിക്കപ്പോഴും കയ്യിലുള്ള സാമ്പത്തികം മുഴുവനായി ചോർന്നു പോവുകയോ അല്ലെങ്കിൽ കൈവെക്കുന്ന സാമ്പത്തികം വരവിൽ കൂടുതൽ ചിലവായി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരഭിമാനം കാണിക്കേണ്ട, അല്ലെങ്കിൽ ദുരഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ആരെങ്കിലും നമ്മളെ വില കുറച്ച് കാണുമോ എന്നൊരു പ്രശ്നം വരികയോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ കയ്യിലിരിക്കുന്ന പണം എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം അശ്വതിക്കാർക്കുണ്ട്. ഇത് വളരെയധികം നിയന്ത്രിച്ച് പിടിക്കണം. നിയന്ത്രിച്ച് പിടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങൾ വരും, പണത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ. പക്ഷേ സ്ത്രീകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. സ്ത്രീകളിൽ ഇച്ചിരി പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവരെ ചെന്ന് പറ്റിക്കൽ പാടാണ്. പക്ഷേ പുരുഷന്മാർ പെട്ടെന്ന് തന്നെ കുഴപ്പങ്ങളിലേക്ക് പെട്ടുപോകാറുണ്ട്. ഇങ്ങനെ അമിതമായ നിയന്ത്രണമില്ലാത്ത ചിലവുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ വന്നുവിടാം. കുതിരയെന്ന് പറയുന്ന ജീവിയായിട്ട് തന്നെ ചില സമയങ്ങളിൽ മുൻകോപം ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങൾ വളരെ ശാന്തമായിരിക്കും. അതുപോലെ യാത്രകൾ ഇഷ്ടമാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. യാത്രകൾ ഇഷ്ടമാണെങ്കിലും ചില സമയങ്ങളിൽ വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ശരീര ക്ഷീണം, പ്രയാസങ്ങൾ തുടങ്ങിയവ അശ്വതി നക്ഷത്രക്കാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുകൊണ്ട് യാത്രകൾ ഇഷ്ടമാണെങ്കിലും ചില സമയം യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടാറില്ല. ഒന്നാം പാദക്കാർക്കും രണ്ടാം പാദക്കാർക്കും യാത്രയ്ക്ക് യോഗമുണ്ട്. പക്ഷേ മൂന്നാം പാദക്കാർക്കും യാത്രയ്ക്ക് യോഗമുണ്ട്. നാലാം പാദക്കാർക്ക് ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. ചില സമയം യാത്രകളോട് ഇഷ്ടമുണ്ടെങ്കിലും യാത്രകൾ പോകാൻ പറ്റാതെ വരാം. ചിലപ്പോൾ എല്ലാ കാര്യതടസ്സവും ഉള്ള ഒരു ഗ്രഹനിലയും ജാതകമാണെങ്കിൽ ആ വ്യക്തിക്ക് യാത്രയെ നടന്നു വരികയില്ല. മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം എപ്പോഴും തിടുക്കത്തിലായിരിക്കുമെന്ന് പറയുന്നു അശ്വതിക്കാർ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവരെപ്പോഴും എൻഗേജഡ് ആയിരിക്കും. ജോലി ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെപ്പോഴും തിടുക്കത്തോടു കൂടി കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മിക്ക ആളുകളും കാണുക. പകലും സമയങ്ങളിൽ ഉണർന്നിരിക്കുന്നതാണ് കാണുക. ചില അത്ര ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലായിരിക്കും ഉറങ്ങുക. അതുപോലെ തന്നെ ഇവർക്ക് പറയാനുള്ള ജോലികളാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് വാചാലമായി സംസാരിക്കുന്നതുകൊണ്ട് പ്രസംഗം, ജ്യോതിഷം തുടങ്ങിയ കാര്യങ്ങൾ, പ്രസംഗമാണ് കൂടുതൽ പറയുക. പ്രസംഗികരാകാനുള്ള കഴിവാണ് പറയുക. അതുപോലെ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിവ്. അതുപോലെ നിയമപാലകരായിത്തീരാം, സൈനികരായിത്തീരാം. സ്വയം തൊഴിൽ ഇവർക്ക് ഇഷ്ടമാണ്. കാരണം തനിക്ക് മുകളിലേക്ക് ഒരു ആൾ തന്നെ ഭരിക്കാനുണ്ടെന്നുള്ള തോന്നൽ മാറാനായിട്ട് സ്വയം തൊഴിൽ ഇവർ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം മറ്റൊരാളുടെ മുന്നിൽ പോയി തല താഴ്ത്തുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ വ്യവസായങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വക്കീൽ, അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആളാവാൻ, ജഡ്ജിയാവാൻ, ന്യായാധിപൻ അങ്ങനെ ആകാം. കാരണം അറിവ് ശേഖരണം, അതുപോലെ തന്നെ വായിച്ചറിവ് തുടങ്ങിയ കാര്യങ്ങളുള്ള അങ്ങനെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുക, വക്കാലത്ത് പറയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അധ്യാപകരാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പത്രപ്രവർത്തനം ഇവർക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും രചനകൾ എഴുതുക, വായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, രചിക്കുക തുടങ്ങിയ ഡോക്ടർ ആവാൻ സാധിക്കും. ഡോക്ടർ ആവാൻ സാധിക്കുന്നത് നല്ല വിദ്യാഭ്യാസം, നല്ല അറിവും കഴിവുണ്ടെങ്കിൽ ഡോക്ടർ ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ പറയുന്ന അശ്വതി നക്ഷത്രക്കാരാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നക്ഷത്രങ്ങളെല്ലാം വരുന്നത്. ഡോക്ടർ ആവാനുള്ള കാരണം വെച്ചാൽ വൈദ്യത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അശ്വിനി രാജകുമാരന്മാരുടെ പ്രത്യേകതകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, മറ്റ് കാര്യങ്ങളുടെ ഘടന, എല്ലാ കാര്യങ്ങളെപ്പറ്റി ഇവർക്ക് ഏകദേശം ഒരു ബോധം ഉണ്ടായിരിക്കും. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഇവരെ പഠിച്ചു വെക്കും, മനസ്സിലാക്കി വെക്കും, അറിഞ്ഞു വെക്കും. കൂടുതലായ അറിവ് ചിലപ്പം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ എങ്കിലും ഇവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ അറിവുകൾ ഉപയോഗിക്കും. അപ്പോൾ ഡോക്ടർ ആവാനുള്ള സാധ്യത
ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ടീച്ചിങ് ഒക്കെയാണ് ആ ഒരു ലക്ഷ്യത്തിൽ അവരെത്തും. കുതിരയുമായി ബന്ധപ്പെട്ട തൊഴിൽ ഇവർക്ക് പറയാറുണ്ട്. കുതിരയാണ് മൃഗം. അതുകൊണ്ട് തന്നെ കുതിരയെ നോക്കുക, കുതിരയെ പരിപാലിക്കുക, കുതിര സവാരി ചെയ്യുക, അങ്ങനെയുള്ള ഇപ്പം മറ്റ് അന്യദേശങ്ങളിലുള്ളവരാണ് അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും. യോഗ ഇവരുടെ ഒരു ജോലിയായിട്ട് പറയുന്നുണ്ട്. യോഗ അഭ്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആയോധനകളിൽ ഇവർക്ക് താല്പര്യമുണ്ടെങ്കിലും കൂടുതലും യോഗാപരമായ ജോലികളും അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന പഠിപ്പിക്കുന്ന ആൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് പറയുന്നത്. ഇത്തരം തൊഴിലുകളാണ് പറയുന്നത്. എല്ലാ തൊഴിലുകളും ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമാണ്. വളരെയധികം അവർ ബുദ്ധിശക്തി ഉപയോഗിച്ച് പലതരം തൊഴിലുകൾ അവർക്ക് മാറ്റിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ അധ്യാപകരുടെ റോള് എപ്പോഴും ഇവർ എടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നക്ഷത്ര വിശകലനത്തിൽ ഇന്ന് സംസാരിച്ചത്. അതുപോലെ പാമ്പസ്ത്രീയിൽ നമ്മളിന്ന് കങ്കണരേഖകൾ കണ്ടു, പെരുവിരലുള്ള രേഖകൾ കണ്ടു. ഇനി മനസ്സിലാക്കേണ്ട കാരണം പ്രധാന നിയമം എന്തായിരുന്നു? നമ്മുടെ പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ. കങ്കണ രേഖകളും പെരുവിരലിൻ്റെ രേഖകളും സ്ത്രീകൾക്ക് ഇടത് കൈയിലാണ് വരേണ്ടത്, പുരുഷന്മാർക്ക് വലത് കൈയിലാണ് വരേണ്ടത്. അതുപോലെ തന്നെ മറ്റ് രേഖകളുടെ കാര്യങ്ങളും ഇങ്ങനെ തന്നെ. ഇനി അതുപോലൊരു അവസരങ്ങളിൽ മാത്രമേ രണ്ട് കൈകൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഹൃദയരേഖയുടെ ഷേപ്പൊക്കെ മനസ്സിലാക്കാറുള്ളൂ. ഇനി ഇവിടെ പറയാനുള്ളത്, രണ്ട് സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ ഇടത് കൈകൾ മാത്രം നോക്കുക. ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈകളിലേക്ക് നോക്കാൻ പോവുകയാണെങ്കിൽ പുരുഷൻ്റെ വലത് കൈ നോക്കുക. പുരുഷൻ സ്ത്രീയുടെ കൈകളിലാണ് നോക്കാൻ പോകുന്നതെങ്കിൽ ഇടത് കൈയിലേക്ക് നോക്കുക. രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുകയാണെങ്കിൽ വലത് കൈയിൽ മാത്രം നോക്കുക. മനസ്സിലാക്കുക, നിയമങ്ങൾ മനസ്സിലാക്കുക. കങ്കണ രേഖകൾ വരുമ്പോൾ സ്ത്രീകൾക്കും യോഗം കൂടുതലാണ്, പുരുഷന്മാർക്കും യോഗമാണ്. ആർക്കൊക്കെ വരുന്നതനുസരിച്ചുള്ള യോഗങ്ങൾ കൂടുതലാണ്. അപ്പം ഇത്തരം ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യുക. താങ്ക് യു.